പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. അന്ന് ഞാൻ അവരോട് ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. നമ്മൾ ഈ വാക്യങ്ങളെ അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്നും കൂടി വിവരിക്കുന്നു. ഈ 23-ഉം 24-ഉം വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് മുമ്പേ ചിന്തിച്ച കാര്യങ്ങളിൽ നിന്നും ഒരു കൺക്ലൂഷനിലേക്ക് ഈ വേദഭാഗത്തിലെത്തുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രത്യേക ഭാഗത്ത് യഥാർത്ഥ ശിഷ്യത്വത്തിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തികളിൽ നിന്നും വേർതിരിച്ച് കാണുവാൻ കഴിയാത്തതും അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ സൃഷ്ടിപ്പാൻ ശക്തവുമായ ഒരു പൈശാചിക വിശ്വാസത്തിൻ്റെ സാധ്യതയെ കർത്താവായ യേശുക്രിസ്തു ഇവിടെ വരച്ച് കാണിക്കുകയാണ്. അവയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ, അത്ഭുതങ്ങൾ, വ്യക്തിപരമായ വിശുദ്ധിയുടെ പ്രവർത്തനങ്ങൾ പോലും കണ്ടെന്നു വരാം. എന്നാൽ അത് യേശുവിനെയും യേശുവിൻ്റെ ശിഷ്യത്വത്തെയും നിഷേധിക്കലാണ് എന്ന് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ അധ്യായമായി കണക്കാക്കുന്ന ഈ അധ്യായത്തിൻ്റെ അകത്ത് പൗലോസ് പറയുന്ന ചില പ്രാധാന്യമായ കാര്യങ്ങളുണ്ട്. എന്താണ്? 1, പ്രാഗൽഭ്യത്തോടെ വചനം പ്രസംഗിക്കാം, പ്രവചിക്കാം, സകല ജ്ഞാനവും പ്രാപിക്കാം, മലകളെ നീക്കുവാൻ മതിയായ വിശ്വാസമുള്ളവരാകാം. ഇതെല്ലാം സ്നേഹമില്ലാതെ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ക്രിസ്തുവില്ലാതെ, പരിശുദ്ധാത്മാവില്ലാതെ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന അർത്ഥം. മാത്രമല്ല, വസ്തുവകകളെല്ലാം ദാനമായി നൽകാം, രക്തസാക്ഷിത്വം വഹിക്കാം തുടങ്ങി ക്രിസ്തീയ കാരുണ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്നേഹമില്ലാതെ, ക്രിസ്തുവില്ലാതെ, പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ചെയ്യാം എന്ന് വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തുന്നു. സ്നേഹമില്ലാതെ എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തികളൊന്നും യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ പ്രവൃത്തികളല്ല എന്നാണ് കർത്താവായ യേശുക്രിസ്തുവും പൗലോസും ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് ദർശിക്കാൻ കഴിയും. എന്നാൽ ഈ പ്രവൃത്തികൾ അത്യന്തകമായി യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ തന്നെ ആയിരിക്കും അതിന് വിചിത്രമായ ഒരു സംഗതി എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അതീവ ഗൗരവമാർന്നതും തീർത്തും അവിശ്വസനീയമായ രീതിയിലുള്ള സാത്താന്യ പ്രവൃത്തി സഭയിൽ നടക്കാം എന്ന സത്യം ഇവിടെ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. ഈ അവസാന വേർതിരിവ് അന്ത്യനാളുകളിലായിരിക്കും അത് വെളിപ്പെടുത്തുക. അപ്പോൾ ക്രിസ്ത്യാനികൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഏത് ആത്യന്തിക മാനദണ്ഡം ഉപയോഗിച്ചായിരിക്കും യേശു അവരെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നത് എന്നായിരിക്കും. ഈ പരീക്ഷയിൽ ആര് ജയിക്കും, ആര് തോൽക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിന് ഉത്തരം, അവസാന നാളുകളിൽ തിരസ്കരിക്കപ്പെട്ടവരോട് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. പർവ്വത പ്രസംഗത്തിൻ്റെ തുടക്കം മുതൽ നാം അന്വേഷിച്ച് കാത്തിരിക്കുന്ന രഹസ്യം ഇവിടെ യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയും. ഏറ്റവും നിർണായകമായ ചോദ്യം ഇവിടെയുണ്ട്. യേശു നമ്മെ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഒന്നാമത്, സഭയും ലോകവും തമ്മിലുള്ള വേർതിരിവ്. രണ്ടാമത്, സഭയ്ക്കകത്ത് തന്നെയുള്ള വേർതിരിവ്. പിന്നീട് അന്ത്യനാളുകളുടെ അവസാന വേർതിരിവ്. നമ്മുടെ ഏറ്റുപറച്ചിലോ അനുസരണമോ മറ്റ് യാതൊന്നും നമുക്ക് ആശ്രയിപ്പാനില്ല. ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന തൻ്റെ വചനം മാത്രമേ ഉള്ളൂ. അതവൻ്റെ നിത്യമായ വചനവും വിളിയുമാണെന്ന് മനസ്സിലാക്കണം. പർവ്വത പ്രസംഗത്തിൻ്റെ അന്ത്യത്തിൽ ആരംഭത്തിൽ തന്നെ പ്രതിധ്വനിക്കുന്നുണ്ട്. ശിഷ്യത്വത്തിലേക്കുള്ള വിളിയിൽ തന്നെ അന്ത്യന്യായയുടെ വാക്ക് അന്തർഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ ദർശിപ്പാൻ കഴിയും. എന്നാൽ തുടക്കം മുതൽ അവസാനം വരെ ഇപ്പോഴും അവൻ്റെ വിളിയും വചനവും മാത്രമാണ്. യേശുവിനെ പിൻപറ്റുന്നവർ അവനെ സ്നേഹിച്ചിരിക്കും, അവൻ്റെ വചനം പ്രമാണിച്ചിരിക്കും, അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചിരിക്കും. എന്നാൽ യേശുവിനെ പിൻപറ്റുക എന്ന് പറയുകയും വചനത്തെ പുറകോട്ട് വലിച്ചെറിയുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവോ ക്രിസ്തുവോ പിതാവിനോ ഒന്നും അവിടെ വാഴുവാൻ കഴിയത്തില്ല. മറിച്ച് പൈശാചികമായ ഒരു മേഖലയാണ് അവിടെ വാഴുന്നത് നമുക്ക് ദർശിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഒരു ബുദ്ധിമാനായ മനുഷ്യൻ തൻ്റെ വീട് പണിയുന്നത് പാറമേൽ അടിസ്ഥാനമിട്ടായിരിക്കും. ഈ പാറ ക്രിസ്തുവിനെ കാണിക്കുന്നു. ക്രിസ്തുവില്ലാതെ ഒരുത്തൻ വീട് പണിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ഈ പാറ എന്ന സ്ഥാനത്ത് ഞാൻ ഒന്നും കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ദൈവാത്മാവ് പറയുന്നത് വചനത്തിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കുകയല്ല, മറിച്ച്
സ്നേഹമില്ലാതെയുള്ള ഒരു പണിയും ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവം അത് അംഗീകരിക്കുന്നില്ല, അവൻ നിത്യതയിൽ എത്തത്തില്ല എന്ന് ഇവിടെ വിശദമായി രേഖപ്പെടുത്തുകയാണ്. കുഞ്ഞെ, നീ സ്നേഹമില്ലാതെയുള്ള ഏത് പ്രവൃത്തിയായാലും ശരി, ആ പ്രവൃത്തി ദൈവസ്ഥലം നിൽക്കുകയില്ല. ലോകത്തിന് മുമ്പിൽ നിന്നെ നല്ലവനായി കാണിക്കാൻ കഴിഞ്ഞിരിക്കും. സഭയിൽ ഒരുപക്ഷെ നല്ലവനായിരിക്കാം, ഒരുപക്ഷെ സമൂഹത്തിന് മുമ്പിൽ നല്ലവനായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നല്ലവനായി നിലനിൽക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധന ചെയ്യണം. അതാണ് പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് പകലിൽ പറയുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവവേദനേ, നമ്മൾ ക്രിസ്തു ആകുന്ന പാറമേൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്നേഹമാകുന്ന ക്രിസ്തുമേൽ നമ്മുടെ ഭവനങ്ങളെ പണിയാം, നമ്മുടെ സഭയെ പണിയാം, നമ്മുടെ സമൂഹത്തെ പണിയാം. സ്നേഹമില്ലാതെയുള്ള സകല പ്രവർത്തനങ്ങളും നിഷ്ഫലമാണെന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നീ മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നീ മണിക്കൂറോളം വായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, നീ ദശാംശ കൃത്യമായിട്ട് കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം. കുഞ്ഞെ, ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം സ്നേഹത്തിലായിരിക്കണം. സ്നേഹമില്ല എങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നിലനിന്നു പോകും, നിന്റെ മനസ്സലിവ് നിന്നുപോകും, നിന്റെ പ്രവർത്തനങ്ങൾ നിന്നുപോകും, കൃപാവരങ്ങൾ നിന്നുപോകും, പ്രവചനങ്ങൾ നിന്നുപോകും, എല്ലാം നിന്നുപോകും. പക്ഷെ സ്നേഹത്തിൽ തന്നെ ചെയ്താൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിരന്തരമായി ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് വഴി നടത്തുകയും നമ്മളെ നിത്യതയോളം കൊണ്ടെത്തിക്കുകയും ചെയ്യുമെന്ന് ഈ അവസാന ഭാഗത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അനുഗ്രഹങ്ങളെ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.